നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയിൽ നിന്നും കടയിലെ ജീവനക്കാർ പണം തട്ടിയെടുത്ത കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും. കൃഷ്ണകുമാർ നൽകിയ പരാതിയിലും ജീവനക്കാർ നൽകിയ പരാതിയിലുമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. പ്രതികളായ 3 ജീവനക്കാരികളും ഒളിവിലാണ്. ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും സ്വന്തം കടയിലെ ജീവനക്കാർ പണം തട്ടിയെടുത്തു എന്ന് നൽകിയ കേസാണ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ അക്കൗണ്ടുകളിലേക്ക് 10 മാസത്തിനിടെ 60 ലക്ഷത്തിലധികം രൂപ വന്നതായി ബാങ്ക് രേഖകളുടെ പരിശോധനയിൽ കണ്ടെത്തി. തന്റെ സ്ഥാപനത്തിൽ നിന്നും 3 ജീവനക്കാരികൾ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ദിയയുടെ പരാതി. ഇത് ശരിവെക്കുന്നതാണ് 3 ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ. ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ്. സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നത്. ഈ പണമാണ് ജീവനക്കാരികൾ തട്ടിയെടുത്തത്. എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ടെന്ന് പരിശോധനയിലാണ് പോലീസ്. സ്ഥാപനത്തിലെത്തി സാധനങ്ങൾ വാങ്ങിയവരുടെ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചു. ഇതിൽ സാധനങ്ങൾ വാങ്ങിയവരുടെ പേരും ഫോൺ നമ്പറുമുണ്ട്. ഓരോരുത്തരെയാണ് പോലീസ് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതേസമയം പ്രതികളായ 3 ജീവനക്കാരികളും ഒളിവിലാണ്. മ്യൂസിയം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വിവാദമായ കേസുകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് കത്ത് നൽകുന്നത്. ജനം, തിരുവനന്തപുരം.